ഹായ് ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. എല്ലാ ആഴ്ചയിലും പോലെ ഈ ആഴ്ച ഒരു ദിവസം ചീറ്റ് ഡേ ആണല്ലോ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നമ്മുടെ മിസ്റ്റർ ഹസ്ബൻഡിനുള്ള ഫുഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഷവർമ്മയാണ് കഴിച്ചത്. എല്ലാ ആഴ്ചയും ഞാൻ ഷവർമ്മ തന്നെ അല്ല കേട്ടോ കഴിക്കാറുള്ളത്. കഴിഞ്ഞ ആഴ്ച നമുക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ ബിരിയാണിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ രാവിലത്തെ ഫുഡും കുറച്ചൊന്ന് പ്രോട്ടീൻ ആഡ് ചെയ്തിട്ട് കുറച്ച് കൺട്രോൾ ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കാറുള്ളത്. അപ്പോൾ ഞാൻ വയറൊക്കെ ഫുള്ളാക്കിയിട്ട് മോർണിംഗ് കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇതപ്പോൾ നമുക്ക് കൊണ്ടുപോയി കൊടുക്കാം. എന്നിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരുപാട് ലേറ്റ് ആവും രാത്രി വീട്ടിലെത്താനായിട്ട്. പിന്നെ ഇന്ന് ലീവ് ആയതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി വീട്ടിലെ ജോലികളൊക്കെ തീർത്തിട്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടികൾ. ബാക്കി കാര്യങ്ങൾ ഞാൻ കടയിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, ബൈ. ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞത് ഞാൻ വരുന്നില്ല, ഞാൻ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്, ഫുഡ് കഴിച്ചു എന്നാണ് പറഞ്ഞുള്ളത്. അപ്പോൾ ഈ ഒരു സർപ്രൈസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ആൾക്കിൻ്റെ കൂടെ വരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഡ്രോപ്പ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ കടയിൽ ആളില്ലാത്തതുകൊണ്ട് പിന്നെ ഹാഫ് ഡേ സാധാരണ സൺഡേ ലീവ് എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു സൺഡേ അപ്പോൾ അത് നടന്നില്ല. അപ്പോൾ ഞങ്ങളവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആർക്കും കൂടെ വന്ന് ഫുഡ് കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ ചെയ്തേ, വീട്ടിലേക്ക് തിരിച്ചു പോയോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ കടയിൽ വന്നിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, എത്ര സമയം ഞാൻ വെറുതെ ഇരിക്കണം എന്നൊക്കെ ചുമ്മാ പറഞ്ഞിട്ട് എത്തിക്കാൻ വേണ്ടി. ഇപ്പോൾ ദാ ഏകദേശം നമ്മളവിടെ എത്താനായിട്ടുണ്ട്. പിന്നെ സർപ്രൈസായിട്ട് എന്ത് കിട്ടിയാലും ബോയ്സ് എപ്പോഴും നമ്മളെപ്പോലെ അത്ര എക്സൈറ്റഡ് ഒന്നും ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കിട്ടുമ്പോൾ എന്താണ് എക്സ്പ്രഷൻ എന്നൊക്കെ എനിക്ക് ഏകദേശം അറിയാം. എന്നെ കണ്ടിട്ട് സർപ്രൈസ് ആയില്ലേ? എത്ര കളറുള്ളൂ. ഹായ് ഗൈസ്, ഫൈനലി നമ്മൾ കടയിലെത്തി ഗൈസ്. ഹായ് പറയും. കടയിലൊക്കെ എൻ്റെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വെറുപ്പിക്കുക എന്നുള്ളതാണ്. തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ഞാനും എന്നെക്കൊണ്ട് പറ്റുന്ന പോലത്തെ ഹെൽപ്പൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ അപ്പോൾ അവിടെ ഇരിക്കാനൊന്നും എന്താ പറയുക, അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ആ ഒരു സെറ്റപ്പ് ഒന്നും അവിടെ ഇല്ല കേട്ടോ. തൽക്കാലം നമ്മൾ ആ ഒരു ഫ്രിഡ്ജിൻ്റെ മേലെ ഒരു പേപ്പർ വിരിച്ചിട്ട് അതിലിരുന്നിട്ടാണ് അപ്പോൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എന്നോട് പറഞ്ഞു ഞാൻ എന്തായാലും നല്ല വിശന്നിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ആഗ്രഹം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറയില്ല, അങ്ങനെയാണ്. അപ്പോൾ ഞാനെപ്പോഴും എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എൻ്റെ അടുത്ത് എന്താ വെച്ചാൽ ഞാനിതുപോലെ എപ്പോഴും കടയിലേക്ക് ഞാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും ഒന്നൊക്കെ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ എന്താ പറയുക, വരുമ്പോൾ എന്താ പറയുക, എൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും വാങ്ങണമെന്ന് ചോദിച്ചാൽ കൂടെ അതൊന്നും വേണ്ടെന്നാണ് പറയുക. സാധാരണ ആ കടയിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും എന്തായാലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടി വരില്ല. അപ്പോൾ പക്ഷേ ഞാനെപ്പോഴും വാങ്ങിക്കുക നട്ട്സ്, അതുപോലെ എന്തെങ്കിലും ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഞാൻ കുറച്ച് വാങ്ങിച്ചിട്ട് അങ്ങനെ ഞാൻ അധികം കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ ചെന്നാൽ പിന്നെ ഇവൻ്റെ പ്രധാന പരിപാടിയാണ് അവിടെയുള്ള ടോയ്സൊക്കെ എടുക്കുക, എന്നിട്ട് എന്താ പറയുക അതൊക്കെ എടുത്തിട്ട് വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഇപ്രാവശ്യം എടുത്തിട്ടുള്ളൊരു ഗണ്ണാണ് കേട്ടോ. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുകയാണ്. ചില്ലിലേക്ക് ആണ് വാക്വം പോലത്തെ സംഭവമുള്ളതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളവിടെ കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഉദ്ദേശിച്ച പോലെ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാനായിരിക്കും. ബൈ.